വിശദമായി നോക്കാം. 3 അമേരിക്കൻ സൈനികർ ജോർദാൻ സിറിയ അതിർത്തിയിൽ കൊല്ലപ്പെട്ടു. ആക്രമണത്തിൽ 24 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഗസ യുദ്ധത്തിനിടെ മേഖലയിൽ ഇതാദ്യമായാണ് അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടുന്നത്. ഇറാൻ പിന്തുണയുള്ള ഇറാഖിലെയും സിറിയയിലെയും സായുധ സംഘമാണ് പിന്നിലെന്ന് അമേരിക്ക ആരോപിച്ചു. MC നാസർ കൂടുതൽ വിവരങ്ങൾ നൽകും. നാസർ, എപ്പോഴായിരുന്നു ആക്രമണം? സൈനികർ കൊല്ലപ്പെട്ടതിൽ എന്താണ് അമേരിക്കയുടെ പ്രതികരണം? ദിവ്യ, ഇന്ന് വെളുപ്പിനെയാണ് സംഭവം നടന്നതെന്നാണ് ഏറ്റവും അവസാനമായി ലഭ്യമാവുന്ന വിവരങ്ങൾ. ഏതായാലും ഇന്ന് രാവിലെയോടുകൂടിയാണ് ബൈഡനെ ഔദ്യോഗികമായി തന്നെ US സെൻട്രൽ കമാൻഡ് ഈ ആക്രമണ വിവരം അറിയിച്ചിരിക്കുന്നത്. ഡ്രോൺ ആക്രമണമാണ് നടന്നിരിക്കുന്നത്. 3 സൈനികർ തൽക്ഷണം കൊല്ലപ്പെട്ടതായിട്ടുള്ള വിവരമാണ് US സെൻട്രൽ കമാൻഡ് പങ്കുവെക്കുന്നത്. അതോടൊപ്പം 34 സൈനികർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഈ പരിക്കേറ്റവരിൽ ചിലരുടെ നില ഗുരുതരമാണെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഈ ഒരു ഗസ യുദ്ധം തുടങ്ങി 113 ദിവസത്തിലധികം പിന്നിടുന്ന ഒരു ഘട്ടത്തിൽ ഇതാദ്യമായിട്ടാണ് ഈ മേഖലയിൽ പരോക്ഷമായിട്ടാണെങ്കിലും ഒരു ആക്രമണം നടന്ന് അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ശക്തമായിട്ടുള്ള തിരിച്ചടി ഉണ്ടാകുമെന്ന് ബൈഡൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പക്ഷേ അത് ആരായിരിക്കും ഇതിൻ്റെ പിന്നിലെന്നത് കൃത്യമായിട്ടുള്ള അന്വേഷിച്ചു വരികയാണ്. ആ അന്വേഷണം പൂർത്തീകരിക്കുന്ന മുറക്ക് തന്നെ തക്ക സമയത്ത് ശക്തമായിട്ടുള്ള നടപടി ഉണ്ടാകുമെന്നാണ് ബൈഡൻ അറിയിച്ചിരിക്കുന്നത്. ഇറാൻ പിന്തുണയുള്ള സായുധ വിഭാഗങ്ങളാണ് ഇതിൻ്റെ പിന്നിലെന്നുകൂടി ബൈഡൻ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഏതെങ്കിലും ഇപ്പോൾ കൃത്യമായിട്ട് ഏത് വിഭാഗം എന്നത് സംബന്ധിച്ച ഒരു ഔദ്യോഗികമായിട്ടുള്ള വിശദീകരണം അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. സിറിയയിലും ഇറാഖിലുമുള്ള ഇറാൻ അനുകൂല സായുധ വിഭാഗങ്ങൾ തന്നെയാണ് ഇതിൻ്റെ പിന്നിലെന്ന് ബൈഡൻ ഭരണകൂടവും അതോടൊപ്പം തന്നെ പെൻറ്റഗണും ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇനി തുടർ നടപടി എന്ത് എന്നതാണ് ഒരുപക്ഷെ ഈ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു ചോദ്യമായിട്ട് ബാക്കി നിൽക്കുന്നത്. ദിവ്യ. നാസർ, എന്തായാലും ഇപ്പോൾ അമേരിക്കൻ സൈനികർ ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുകയാണ് ആക്രമണത്തിൽ. അതിന് പിന്നാലെ ഇനി പശ്ചിമേഷ്യൻ സംഘർഷം ഇനി ഏത് രീതിയിലായിരിക്കും വികസിക്കുക? ദിവ്യ, നമുക്കറിയാൻ സാധിക്കും ഗസയിലെ യുദ്ധം അത് നേരത്തെ തന്നെ എല്ലാവരും ആശങ്കപ്പെട്ടിരുന്നു. അത് ഏത് സമയം വേണമെങ്കിലും അതിന് വ്യാപ്തിയിലേക്ക് നീങ്ങും. അത് കേവലം ഗസയിൽ മാത്രം പരിമിതപ്പെടണമെന്നായിരുന്നു അമേരിക്ക ആഗ്രഹിച്ചതും ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും അർത്ഥത്തിൽ യുദ്ധത്തിന് വ്യാപ്തി പകരുന്ന നീക്കങ്ങളെ ശക്തമായിട്ട് ചെറുക്കാനും അമേരിക്ക മുന്നിലുണ്ടായിരുന്നു. പക്ഷേ ഹൂത്തികളുടെ ഭാഗത്തു നിന്ന് ചെങ്കടൽ ആക്രമണം രൂപപ്പെട്ടു. അതിനെതിരെ പോലും അതിശക്തമായിട്ടുള്ളൊരു നീക്കങ്ങളൊന്നും നടത്താൻ അമേരിക്കക്കോ അല്ലെങ്കിൽ വൻശക്തി രാജ്യങ്ങൾക്കോ സാധിച്ചിട്ടില്ല. അവർ യുദ്ധക്കപ്പൽ അണിനിരത്തി അതിനെ ചെറുക്കാൻ നോക്കിയെങ്കിൽ പോലും ഏറ്റവും ശക്തമായിട്ടുള്ള തിരിച്ചടികളാണ് ഹൂത്തികൾ നൽകുന്നത്. ബ്രിട്ടീഷ് എണ്ണക്കപ്പലിന് നേരെ കഴിഞ്ഞ ദിവസം ആക്രമണം ഉണ്ടാവുകയും ആ എണ്ണക്കപ്പൽ ഭാഗികമായിട്ട് കത്തി നശിക്കുകയും ചെയ്ത സംഭവം നമുക്കറിയാൻ സാധിക്കും. അപ്പോൾ ചെറിയ ഡ്രോണുകൾ ഉപയോഗിച്ച് പോലും ചെറിയ ചെറിയ ഗ്രൂപ്പുകൾക്ക് അതിശക്തമായിട്ടുള്ള ഭീഷണി ഉയർത്താൻ പറ്റുന്ന ഒരു സൈനിക സാഹചര്യമാണ് മേഖലയിൽ നിലനിൽക്കുന്നത്. അതുകൊണ്ട് നേരത്തെ അമേരിക്ക നടത്തിയ യുദ്ധങ്ങളെപ്പോലെ ഇപ്പോൾ അഫ്ഗാനെതിരെയും ഇറാഖിനെതിരെയൊക്കെ നീണ്ടകാല യുദ്ധങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അതിലൊന്നും പരിമിതപ്പെടാത്ത വിധത്തിൽ ചെറിയ ചെറിയ സൈനിക ഗ്രൂപ്പുകൾ രൂപപ്പെടുകയും ആ ഗ്രൂപ്പുകൾ ഏറ്റവും കുറഞ്ഞ ചെലവിലുള്ള ഡ്രോണുകൾ ഉൽപ്പാദിപ്പിച്ച് അത് വെച്ചുകൊണ്ടാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള വൻശക്തികളെ ഇപ്പോൾ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കൃത്യമായിട്ട് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിനെയോ ഒരു പ്രദേശത്തെയോ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പ്രത്യാക്രമണം എന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പമാകില്ല. അതുകൊണ്ടാണ് അമേരിക്കയും സമയമെടുക്കുന്നത്. തക്ക സമയത്ത് മാത്രമായിരിക്കും തങ്ങളുടെ പ്രത്യാക്രമണം ഉണ്ടാവുക എന്ന് പറയുന്നത്. ഏത് ഘട്ടത്തിൽ വേണമെങ്കിലും ഈ യുദ്ധത്തിന് വഴിത്തിരിവുണ്ടാകും. അത് തൽക്കാലം ബൈഡൻ ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം മേഖലയിലെ അമേരിക്കൻ താല്പര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം എളുപ്പമാകില്ല. പക്ഷെ നമുക്കറിയാൻ സാധിക്കും നേരത്തെ അമേരിക്ക നടത്തിയ യുദ്ധങ്ങളിൽ നിന്ന് ഭിന്നമായിട്ട് ഈ ഗസ യുദ്ധം നീണ്ടുപോവുകയാണെങ്കിൽ അതിന്റെ പ്രത്യാഘാതം മേഖലയിലേക്ക് കൂടുതൽ വ്യാപിക്കുമെന്ന കൃത്യമായിട്ടുള്ള സൂചന കൂടിയാണ്. പശ്ചിമേഷ്യൻ സംഘർഷം വീണ്ടും കനക്കുമെന്നതിൽ സംശയമില്ല. ജോർദാൻ സിറിയ അതിർത്തിയിലാണ് 3 അമേരിക്കൻ സൈനികർ കൂടി ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. നിരവധി സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായുള്ള വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട്. ഗസ യുദ്ധത്തിനിടെ ആദ്യമായാണ് അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടുന്നത് എന്നതാണ് അമേരിക്കയെ പ്രകോപിപ്പിക്കുന്നതും. വിവരങ്ങളാണ് MC നാസർ നൽകിയത്.